വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പൊരിച്ചതിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു റെസിപ്പിയാണ്. 1.5 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ നൈസ് അരിപ്പൊടി, വളരെ കുറച്ച് കായപ്പൊടി. കായപ്പൊടിയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, ഞാൻ വളരെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബേക്കിംഗ് സോഡ, അതും വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ്. വലിയ ഉള്ളിയാണ്, ഇത് വളരെ നൈസാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കണം. ഒത്തിരി കട്ടിക്ക് ഇട്ട് കൊടുക്കരുത്. നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും അതേപോലെ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ്. മല്ലിയിലേക്ക് പകരം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ലൂസായി പോവും. ഒത്തിരി അങ്ങോട്ട് ലൂസാവരുത്, ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആവുകയും ചെയ്യാത്ത വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുത്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അരിവൊന്നും കട്ട് ചെയ്ത് കളയണമെന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെയാണ്, മൊത്തത്തിൽ തന്നെയാണ് കട്ട് ചെയ്യാതെ തന്നെ എടുത്തുള്ളത്. ഇനി പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ മാവ് നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ലൂസാണെങ്കിൽ ഇത് ബ്രെഡിലൊന്നും ഒത്തിരി പിടിക്കാതെ അങ്ങ് എല്ലാം ഊർന്ന് താഴോട്ട് പോകും. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസാക്കാതെ തന്നെ എടുക്കണം. അതേപോലെ എണ്ണയും ഒത്തിരി കണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഓരോന്നോരോന്ന് വറുത്ത് കോരി എടുത്താൽ മതിയാകും. ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടാണ് ഇതിനെ വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ടെല്ലാം ഒന്ന് എണ്ണ ആക്കി കൊടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് എണ്ണ ചൂടായി വരരുത്. ഒത്തിരി എണ്ണ ചൂടായി വന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം അതേപോലെ തന്നെ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റുള്ളത് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.